നമസ്കാരം. ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഫിഷ് കട്ട്ലറ്റാണ്. അതായത് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കും ഓഫീസ് വിട്ട് വരുന്നവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഫിഷ് കട്ട്ലറ്റ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. കുറച്ചൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കാം നമുക്ക്. 2 സവാള അരിഞ്ഞതെടുക്കാം. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ക്രഷ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇത് ബ്രെഡ് പൊടിയല്ല, വൈറ്റ് റസ്ക്, അതായത് ഈ മധുരമൊന്നും ഇല്ലാത്ത വെള്ള റസ്ക്, അതാണ് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഈ ഫിഷ് ഇത് കേരച്ചൂരയാണ്. അപ്പൊ ഈ ചൂര കിട്ടുമ്പോൾ ഒരു മുള്ളില്ലാത്ത കുറച്ച് ഫ്ലഷ് എടുത്ത് അത് കഷ്ണങ്ങളാക്കി അതിന് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെക്കും. ആ വേവിച്ച് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങള് ഞാനിപ്പോ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഒരു മുട്ട, ആ മുട്ട മിക്സിക്കകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് ഒരു ശകലം കുരുമുളക് പൊടിയും ഒരു ചൊട്ട് ഉപ്പും ഒഴിച്ച് അടിച്ചു വെച്ചിരിക്കുന്നു. ഇത് കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്. ഇത് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചതാണ്. ഇനി എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കടായി അങ്ങോട്ട് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ, ഇതൊന്ന് വഴറ്റാൻ വേണ്ടുന്ന വെളിച്ചെണ്ണ കുറച്ച് മതി. എന്നിട്ട് ഈ സവാള അരിഞ്ഞു വെച്ചത്, ഇത് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നാൽ മതി. മീനിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണെങ്കിലും ഈ സവാളയിലും മറ്റ് ഇൻഗ്രീഡിയൻസിലും ഒക്കെ നമുക്ക് ശകലം ഉപ്പൂടെ ചേർക്കണം. സവാള പെട്ടെന്ന് വഴന്നിട്ടാലും ഉപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇതിനകത്തോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ചെറിയ ഉള്ളി, ഇഞ്ചി. ചിക്കൻ കട്ട്ലറ്റ് ആണെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. കുറച്ച് ഇഞ്ചി മാത്രം ചേർത്താൽ മതി. വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുമ്പോൾ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ആയി പോവും. അതുകൊണ്ട് ശകലം ഇഞ്ചി മാത്രമാണ് ഈ ഫിഷ് കട്ട്ലറ്റിന് ചേർക്കുന്നത്. ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആ മീൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിടാം. നമുക്കൊന്ന് കൈ കൊണ്ട് പൊടിച്ചിടാം. മാക്സിമം പൊടിച്ചിടണം. കാരണം അതിലെല്ലായിടത്തും പിടിച്ചാലേ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു നല്ല മയം വരുള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. തണുക്കട്ടെ. ചെറിയ ചീനിച്ചട്ടി വെച്ച് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ശകലം കൂടെ തണുത്തിട്ട് വേണം നമ്മളിത് ഉരുട്ടി എന്തെങ്കിലും ഒരു ഷേപ്പ്. നമ്മളിപ്പോൾ ഇത് വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, അതുകൊണ്ട് ഞാൻ എന്താ ഈ ഷേപ്പാണ് എടുക്കുന്നത്. ഷേപ്പിൽ ഞാൻ ഉരുട്ടി വെച്ചിട്ട് ഇതിനെ കോൺഫ്ലേക്സ് നമ്മൾ കലക്കി വെച്ചിരിക്കുകയാണ്. ആ കോൺഫ്ലേക്ക്, ആ പൊടിയിൽ കോൺഫ്ലേക്ക് അല്ല കോൺഫ്ലോർ, ആ കോൺഫ്ലോറിലോട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് മുക്കും. മുക്കിയിട്ട് മുട്ടയുടെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കും. എന്നിട്ട് ഈ പൊടിയിലിടും.
നമ്മൾ ഒന്നൊന്നായിട്ട് പതുക്കെ ഇടും. അങ്ങനെ നമ്മുടെ ഫിഷ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ സോസും കൂട്ടി കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.